കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തന്റെ രാജിക്കത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈമാറി. നീറ്റ് പരീക്ഷാ വിവാദങ്ങളുടെയും സമരങ്ങളുടെയും പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളുടെ ഭാവി മുൻനിർത്തിയും വിഷയത്തെ രാഷ്ട്രീയവൽക്കരിച്ച് മുതലെടുക്കാൻ ശ്രമിക്കുന്ന രാജ്യവിരുദ്ധ ക്ഷിപ്ര ശക്തികളുടെ നീക്കങ്ങളെ തടയാനുമാണ് താൻ പദവി ഒഴിയുന്നതെന്നും ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. നീറ്റ് യുജി പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കൊടുവിൽ കേന്ദ്ര ഭരണസിരാ കേന്ദ്രത്തിൽ വൻ രാഷ്ട്രീയ മാറ്റത്തിന് വഴിവെച്ചിരിക്കുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തന്റെ രാജിക്കത്ത് പ്രധാനമന്ത്രിക്ക് അയച്ചു. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും അക്കാഡമിക് ഭാവി മുൻനിർത്തിയാണ് ഈ തീരുമാനമെന്ന് അദ്ദേഹം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. മെയ് 3 ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ വിഷയം CBIക്ക് വിടുകയും പരീക്ഷ റദ്ദാക്കി ജൂൺ 21 വിജയകരമായി പുനഃപരിശോധന നടത്തുകയും ചെയ്തതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 20 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നിച്ച് പ്രവർത്തിക്കുകയും ജൂലൈ 16 ഫലം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാനല്ല, മറിച്ച് ഈ പ്രതിസന്ധിയെ മറയാക്കി ഉയർന്നു വന്ന കുപ്രചരണങ്ങൾക്ക് തടയിടാനാണ് രാജിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും മറവിൽ ചില നിക്ഷിപ്ത ശക്തികളും രാജ്യവിരുദ്ധ അജണ്ടയുള്ളവരും വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കുവാനും വിദ്വേഷം പടർത്തുവാനും ശ്രമിച്ചതായി അദ്ദേഹം തുറന്നടിച്ചു. നിയമപരമായ തടസ്സങ്ങളിൽപ്പെട്ട് കുട്ടികളുടെ പഠന സമയം നഷ്ടപ്പെടരുതെന്നും അവർക്ക് സമാധാനപരമായ അന്തരീക്ഷം ഒരുക്കണമെന്നുമാണ് തന്റെ ആഗ്രഹമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രിയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിയ അദ്ദേഹം ഭാവിയിലും ഭാരതാംബയുടെയും യുവജനങ്ങളുടെയും സേവനത്തിൽ പൂർണ്ണമായും സമർപ്പിതമായിരിക്കുമെന്നും വ്യക്തമാക്കി. ജനം, ഡൽഹി.